പക്ഷേ ഇവിടെ ഒരു twist നടക്കുന്നു. താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് ഞാൻ കൊണ്ടുവരുന്ന ഒരു മീനാണ്. ഈ മീനിന്റെ വയറ് കീറി നമുക്ക് അതിനകത്ത് പേന കിട്ടുക. ഈ മീന് വയറ് കീറിയ നമുക്ക് കൊച്ചു കുട്ടികൾക്ക് പേന, കട്ടർ, റബ്ബർ പൗച്ചാണ് മീനിന്റെ പൗച്ച്. നീ കുറച്ച് ദിവസമായിട്ട് ഈ മീനുകളെ തന്നെ അടിക്കുന്നുണ്ടല്ലോ. കഴിഞ്ഞ പ്രാവശ്യം മീനിന്റെ എന്തോ ചെരുപ്പ് കൊണ്ട് മണ്ണ് വരെ തിന്നാറുണ്ട്. മീൻ തിന്ന പുഴുവാണ് കിട്ടില്ല സാധനം. നമ്മൾ ഇതുപോലത്തെ കൗതുകം ജനിപ്പിക്കേണ്ട പ്രൊഡക്റ്റ് ആവുന്നുണ്ട്, അല്ലാതെ ലൈറ്റ് വെക്കുന്നത്. എനിക്കിത് മതി. അയ്യോ അതിന്റെ പരിപാടിയാണ്. ഞാൻ ഈ പരിപാടിയിൽ പോവാ. എന്റെ ജീവിതം ഈ കിളവന്മാർ ഇറങ്ങി ചെയ്യും. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കൈലാസനാഥനാണ്. മലയാളം ടെക് സ്റ്റുഡിയോസിന്റെ കമ്മ്യൂണിക്കേഷൻസ് മാനേജറായ അഖിൽ സാബുവാണ് ഇന്ന് ഊറ്റിയിൽ നമ്മളോട് ജോയിൻ ചെയ്തത്. ആളൊരു ഇൻട്രോവേർട്ട് ആണ്. അതെ, അല്ല ബേസിക്കലി ഒരു പൊട്ടനാണ്. അല്ല, ഒരു ടിപ്പിക്കൽ എക്സ്ട്രോവേർട്ട് എന്താണോ, സോറി, ടിപ്പിക്കൽ ഇൻട്രോവേർട്ട് എന്താണോ, ആ ഇൻട്രോവേർട്ടിന്റെ എല്ലാവിധ ഗുണ സവിശേഷങ്ങളും സ്വയം പ്രഖ്യാപിത ഇൻട്രോവേർട്ടുകളെ പോലൊന്നും അല്ല ഇവിടെ ഇപ്പം വന്നിരുന്നത്. പറയാൻ വന്നത് ഇവിടെ വരാനുണ്ടായ സാഹചര്യം, അതായത് ആദർശ് കുറെ നാളായിട്ട് നാട്ടിലില്ല. അവനവിടെ പെണ്ണും കുട്ടികളൊക്കെ ആയിട്ട് ഡെലിവറിക്ക് പോയി. നാലാമത്തെ ഡെലിവറി. അതെ, എന്റെ ഒരു ആഗ്രഹം കൂടിയായിരുന്നു ഇവരെ ഒരു സ്ഥലത്തൊന്നും ലോക്കാക്കണം. ഇവരെ മുമ്പേ എന്നെ ഒരു സ്ഥലത്ത് പെടുത്തിയിട്ടുണ്ട്. അതിന്റെ പകരം വീട്ടിലും കൂടിയായിരുന്നു ഇവര് കിട്ടുന്നതാണ് എന്റെ പ്രാർത്ഥന. അതൊരു ഷോർട്ട് ഫിലിമിന്റെ കഥയാണ്. എന്നെ ലൈറ്റ് ബോയ് എന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോയിട്ട് അപ്പൊ പിന്നെ പ്രോഡക്റ്റ് എടുക്കാം അല്ലെ. ഫൺ പ്രൊഡക്റ്റ് ആണ്. പിന്നെ ഫണ്ട് ഇത് മീൻ പിടിക്കുന്ന പ്രോഡക്റ്റ്. അയ്യോ, ഇത് ഇച്ചിരി ഫണ്ണല്ലോ. ആരെ ചത്തുപോയി? ഡേഞ്ചർ. ആദർശിനോട് ആദർശിനിട്ട് തന്നെ കൊള്ളണേ, ഇല്ലെങ്കിൽ ഇല്ലേ ചുമല. നിനക്കൊക്കെ പ്രായമായില്ല. ചെറുപ്പക്കാർക്ക് വീഡിയോ എടുത്തു. അടിപൊളി സെറ്റപ്പ്. ഇതെങ്ങനെയാണ് സംഭവം? അങ്ങോട്ട് ഉടക്ക്. ഇതുവരെയായിട്ട് മെഡിക്കാൻ പഠിച്ചു. ഞാൻ ഈ കസേരയല്ലേ കൊള്ളിക്കാൻ നല്ല സാധനം. പിന്നെ എന്റെ ഉള്ളത് ചെറിയൊരു കവറും പിന്നെ ഒരു പ്രൊഡക്റ്റും. ഇതൊരു കീ ചെയിൻ ആണ്, ലൈക്കുള്ള കീ ചെയിൻ. ഇത് 2000 ലൂമിനസ്. അയ്യോ, കണ്ണടിച്ചു എല്ലാത്തിന്റെയും കണ്ണടിച്ചു. പിന്നെ ഇതിന് 3 മോഡുണ്ട്. 1, 2, 3. ഡിജെ എടാ മോനെ, അത് ഡിജെ അല്ല, അത് SOS. അപകടങ്ങളിൽ പെടുമ്പോ അങ്ങനെയാ പറയാം. നമ്മള് യാത്രകളിലൊക്കെ പോകുമ്പോഴത്തേക്ക് എന്നാൽ നമ്മൾ എവിടെയെങ്കിലും പെട്ടു പോകുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് എമർജൻസി ആയിട്ട് ഉപയോഗിക്കാം. അതുപോലെ ഇത് വെള്ളത്തിൽ ഇട്ടാലും പ്രശ്നങ്ങളൊന്നുമില്ല. വല്ല കുഴപ്പമുണ്ടോ? ഇത് ചൂണ്ട കെട്ടി ഇറക്കിയ അടി വെള്ളത്തിൽ മീനുണ്ടോ? ഞാൻ പിടിച്ച് ഞെക്കിയത് എവിടെയാണെന്നറിയോ? ചാർജ് ചെയ്യുന്ന സ്ഥലത്താ. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തൊരു ഓപ്പണറും കൂടെ ഉണ്ട്. നമ്മളിപ്പം ചോള പൊട്ടിക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഇത് വെച്ചിട്ട് പൊട്ടിക്കാം. ഇതിനകത്ത് 800 mAh ബാറ്ററി, 2000 ലൂമിനസ്. ഈ പ്രോഡക്റ്റിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഞാൻ പറയട്ടെ. ഇത് ഞാൻ വേറൊരു വീട്ടിൽ ചെയ്യുന്നുണ്ട്. അവരിത് മേടിച്ചിട്ട് ഇതിന്റെ ബാറ്ററി പോയിട്ട് ഇതിപ്പോ ഉപയോഗശൂന്യമായിട്ട് കാറിന്റെ ഡിക്കിൽ ചിലർക്ക് ഇത് കാണത്തില്ല, എന്നാ ലൈറ്റ് കാണത്തില്ല, ഡിക്കി വർക്കിന് സമയത്ത്. ആ സമയത്ത് ഇത് വെക്കുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് അവിടെ കൊണ്ടുപോകാൻ വെള്ളത്തിലിട്ടാലും ബിൽഡ് ക്വാളിറ്റി ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നല്ല ഇതിന്റെ വിലയും കൂടെ നോക്കിയിട്ട് വേണം ഇതിന്റെ ബിൽഡ് ക്വാളിറ്റി പറയാം. എത്രയായിരിക്കും ഗസി? 100 രൂപ. അത് കൂടുതലാണ്. അത്രേ ഉള്ളൂ. 100 രൂപയ്ക്ക് എന്നാ കുഴപ്പമില്ല. മാമൻ കൊണ്ടുപോവാ. മാമ നിന്റെ ഞാനിന്ന് കൊണ്ടിരുന്നത് നമ്മുടെ വ്യത്യസ്തമായതല്ല, നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ ഒരുപാട് ഇങ്ങനെ സൗണ്ട് ഇങ്ങനെ എറിഞ്ഞു. നല്ല ടോയ്, അത് ഭയങ്കര രസമാണ്. ഞാനൊരു കാര്യം പറയട്ടെ. ഈ സാധനം
10 രൂപയുള്ളൂ. പണ്ടൊക്കെ നമ്മൾ ഇത് കണ്ടോണ്ടിരുന്ന വലിയ സാധനമായിരുന്നു, അന്ന് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അതെ, പോപ്പിൻസിന് വരെ 5 രൂപ. നമ്മള് കൊച്ചിന് ഇത് എൻജോയ് ആഗ്രഹിച്ചിട്ട് വലിയതായിരുന്നു. അതെ പറഞ്ഞേ. പക്ഷെ ഇത് ആർക്കും അഫോർഡ് ചെയ്യാം. ഇത് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കേട്ടോ മേടിച്ചത്. അവിടെ ഇരിക്കുന്നുണ്ടോ പഴയ ഓർമ്മ കണ്ടിട്ട് മേടിച്ച. നിങ്ങളുടെ പഴയെന്ന് പറയുമ്പോ നീ ജനിക്കുന്നതിന് 2 വർഷം മുന്നേ. അതെ, അത്രേ ഉള്ളൂ. ഞാൻ ജനിക്കുന്നതിന് 2 വർഷം മുമ്പാണ് നിങ്ങൾ 20 വയസ്സുള്ളത്. എന്റെ ജീവിതം ഈ കിളവന്മാരുണ്ടെങ്കിൽ അപ്പൊ ഇന്ന് ടാസ്ക് കിട്ടിയിരിക്കുന്നത് എനിക്കാണ്. പക്ഷേ ഇവിടെ ഒരു ടെസ്റ്റ് നടക്കാം. സുഹൃത്തുക്കളെ, നിങ്ങൾ കേൾക്കണം. നിങ്ങളെ ക്യാമറ ഓഫ് ചെയ്യടാ. 1-2 എപ്പിസോഡ് ബാക്കിലേക്ക് പോകണം നമ്മൾ. അന്ന് അവർ തന്നെ ഇവിടെ ഒരു ഊള പ്രോഡക്റ്റ് കൊണ്ടുവന്നു. അന്ന് ടാസ്ക് കിട്ടിയത് അല്ല, പക്ഷേ സംശയം തോന്നുന്നുണ്ട്. മിസ്റ്റർ ബോക്സ് വായിലൊക്കെ എടുത്താ മതി. ഇനിയിപ്പോ ഗസ്റ്റ് എപ്പോഴും എടുക്കാറ്, ഗസ്റ്റ് എടുക്കരുത്. ഗസ്റ്റ് എടുത്തേലും കേട്ടാ തീരുമാനമായി. മേക്കപ്പ് ചലഞ്ച്. നിങ്ങളിത് കേൾക്കണം. അന്ന് ടാസ്ക് ചെയ്തത് അജിത്തേട്ടനാണ്. പക്ഷെ പുള്ളിക്കാരന് പ്രായത്തിന്റെ ആധിക്യം മൂലം ടാസ്ക് ചെയ്യാൻ പറ്റിയില്ല. അന്ന് ടാസ്ക് ചെയ്തത് ഞാനാണ്. അപ്പൊ അന്ന് ടാസ്ക് ചെയ്യാൻ പറഞ്ഞിരുന്നു. ഞാൻ പറയുന്ന എപ്പിസോഡിൽ ഞാൻ പറയുന്ന ആള് ടാസ്ക് ചെയ്യുന്നു. അങ്ങനെ അവൻ പറഞ്ഞായിരുന്നു. എപ്പിസോഡല്ലേ, പ്രീവിയസ് എപ്പിസോഡല്ലേ. അങ്ങനെ ഒരു ക്ലോസ് ഇല്ല, അങ്ങനൊന്നും പറയില്ല. ഇല്ല, അങ്ങനെ പറഞ്ഞില്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ ഓർക്കുന്നില്ല. ഗസ്റ്റ് എപ്പിസോഡിൽ പെട്ടത്. ആദ്യം ഗസ്റ്റ് തുടങ്ങിക്കോ. ഈ നിറ എടുത്തോ. എന്റെ മോനെ തിളങ്ങുന്നു. കണ്ണ് തുറന്നു പിടിക്കും മോനെ. എടാ, ഈ കണ്ണില് ഇവനെ കൊണ്ട് ചെയ്യിപ്പിക്കല്ലേ നീ. ജോക്കർ നല്ലല്ലോ പറഞ്ഞ മേക്കപ്പ് നല്ലേ. നോക്കട്ടെ, ഇത് ട്രൈ ചെയ്ത് നോക്കില്ലേ നമ്മള്. ക്യൂട്ടക്സ് അല്ലല്ലേ, പിന്നെ കണ്ണിന് ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞു കൊടുക്ക, അല്ലെ കണ്ണിനകത്ത് തോണ്ടു. നോക്കട്ടെ, കണ്ണനൊന്നും കുത്തില്ല. അവൻ അവിടെ ഇടും, ഞാൻ ഇവിടെ ഇടും. അയ്യോ, ഹിന്ദു ആക്കണം. ഹിന്ദു ആണ്, ക്രിസ്ത്യൻ വേണം, മുസ്ലിം മതി. ഓരോന്നും വേണം. മൊത്തത്തില് എല്ലാവരും എല്ലാ ദൈവങ്ങളുണ്ട്. ഇത് മുസ്ലിം, ഇത് ക്രിസ്ത്യൻ, ഇത് ഹിന്ദു. നമ്മള് മതേതരവാദികളാണ്. നീ അടങ്ങിയത്, നീ എന്നീ കാണിക്കുന്നേ. ചോക്ലേറ്റ് മാർഷലീസിന്റെ ചോക്ലേറ്റ്. മധുരമുണ്ട്, അതൊക്കെ തിന്നോ. ഇതെവിടെയാ ഉപയോഗിക്കേണ്ടത്? അത് പല്ലിനടക്ക് കുത്താൻ. നീ അടങ്ങിയിരുന്ന അതൊന്നും ചെയ്തോട്ടെ, സെറ്റ് ചെയ്ത് വന്നോട്ടെ. ഇതിന് ടൈം വെക്കണം. ടൈമില്ല, ഞങ്ങൾക്ക് അതിന്റെ മറ്റേടത്തെ പരിപാടി 1 മിനിറ്റ് സമയം തരുന്ന. 1 മിനിറ്റ് സമയം അതിന്റെ പരിപാടിയാ. ആ 1 മിനിറ്റ് ഞങ്ങൾ തീരുമാനിക്കും. പിന്നെ എന്റെ അടുത്ത് ഒന്നുമില്ല, കുട്ടനൊന്നുമില്ല. നോക്കല്ലേ, അയ്യോ. ഞാനേ അന്യനാക്കി തരാം. അന്യനില്ല, കന്ദസ്വാമി ആക്കി തരാം. നിന്റെ ടൈം നോക്കട്ടെ. ഞാൻ നോക്കിക്കോളാം. 24 സെക്കൻഡ് കൂടെ ഉള്ളൂ. 24 സെക്കൻഡ് ആ സാരി കൂടെ ഉടുപ്പിക്കാം. അയ്യോ, തൽക്കാലം ഇങ്ങനെ തീർന്നു. ഫൈനൽ പ്രോഡക്റ്റ് ഇങ്ങോട്ട് നോക്കിയാടാ. ഇതേ കൂടെ നടന്നാ ഇങ്ങനെ കാണിച്ചു തരാം. നീ എഴുതിട്ടുണ്ടാ
സാരി കണ്ടു സ്ലോ മോഷൻ അതൊന്നും പറ്റത്തൊന്നുമില്ല. കാതൽ ഞാൻ ഇവർക്ക് ഇതെല്ലാം അത് വെച്ചിട്ട് ഒരു കാർഡും കൂടി ഇട്ടാലേ സെറ്റ് ചെയ്യും. അതിങ്ങനെ 2-3 ആക്ഷൻ എനിക്കറിയില്ല അതൊന്നും. എന്താടാ എനിക്കിതൊക്കെ അറിയുള്ളൂ. അങ്ങനെ ഒന്നും ഇങ്ങനെ അപ്പഴേ ടാസ്ക് കംപ്ലീറ്റ് പറയുന്നു. ടാസ്ക് കംപ്ലീറ്റഡ്. ടെൻഷൻ ഇല്ല, നല്ല ടെൻഷൻ കിട്ടും നിനക്ക് നീ തന്നെ. ഇവിടെ വെച്ചിട്ടാണ് അതൊക്കെ ഞങ്ങൾ എനിക്കറിയത്തില്ല. നിങ്ങളത് കേൾക്കണം. Focus ആവണം. അന്ന് ടാസ്ക് ചെയ്തത് അജിത്തേട്ടനാണ്. അന്ന് ടാസ്ക് ചെയ്തത് അജിത്തേട്ടനാണ്. പക്ഷെ ഇവനത് ഏറ്റെടുത്തതാ, ഇവന് സ്വന്തമായിട്ട് ഇവന്റെ ഇഷ്ടപ്രകാരം ഏറ്റെടുത്തതാ.